ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മെന്റേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഈ മാസം 22-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെ 10 ദിവസത്തേക്ക് മെന്റേഴ്സ് ഒരു ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ 2024 ലക്ഷ്യമാക്കിയിട്ടുള്ള 10 ദിവസത്തെ ഈ ബൂട്ട് ക്യാമ്പിൽ ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെ നീളുന്ന ഒരു സമയത്താണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു ക്ലാസ്സിന്റെ മോഡലിലായിരിക്കും ബൂട്ട് ക്യാമ്പിലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന പോയിന്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഐഡിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിലുള്ള മിക്ക പ്രൊവിഷൻസും മിക്ക പ്രിൻസിപ്പിൾസും നമ്മൾ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനക്കകത്ത് നിന്ന് ബോറോ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ ഭരണഘടനയെ നമ്മൾ ബാങ്ക് ഓഫ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം എവിടെ നിന്ന് ബോറോ ചെയ്തു എന്ന് നോക്കുമ്പോൾ USSRന്റെ അഥവാ സോവിയറ്റ് യൂണിയന്റെ, റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ഐഡിയയെ ഇന്ത്യയിലേക്ക് കടമെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ദ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി വാസ് ബോറോഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം the constitution of USSR or സോവിയറ്റ് യൂണിയൻ എന്ന് വിളിക്കാം, ഓർ സംടൈംസ് റഷ്യ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഐഡിയനെ നമ്മൾ ബോറോ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അകത്ത് ജീവിക്കുന്ന സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യത്തോട് ഉള്ള കടമകളെയാണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഐഡിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇതിനെ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഏത് അമെന്റ്മെന്റിലൂടെയാണ് ഈ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഐഡിയനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റു പ്രത്യേകതകൾ നോക്കുന്ന സമയത്ത് അങ്ങനെ ബോറോ ചെയ്തു 42nd അമെന്റ്മെന്റിലൂടെ 1976 അങ്ങനെ ബോറോ ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇങ്ങനെ ഒരു ഐഡിയനെ ഇൻസേർട്ട് ചെയ്ത സമയത്ത് അതിനെ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 42nd അമെന്റ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്ന അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. ഈ ഒരു അമെന്റ്മെന്റിലൂടെ ഒരുപാട് കാര്യങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു എന്ന് പറയുന്ന കാര്യം. അപ്പൊ പാർട്ട് 4A എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അകത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 4A എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾ ആണ് എന്നുള്ള സംശയം ഉണ്ടാവും. ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ ലെറ്റർ A ഒരു സിംഗിൾ ആർട്ടിക്കിൾ ആണ്. അതിന്റെ അകത്ത് 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇന്ന് നമ്മൾ ആ ആർട്ടിക്കിൾ 51A നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എന്നാൽ 1976 42nd അമെന്റ്മെന്റോട് കൂടി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത സമയത്ത് അതിൽ 10 ഡ്യൂട്ടീസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 11ാമതൊരു ഡ്യൂട്ടി പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് USSRന്റെ അഥവാ സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്നാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഭരണഘടന വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഏത് അമെന്റ്മെന്റിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് നോക്കുന്ന സമയത്ത് 42nd അമെന്റ്മെന്റിലൂടെ 1976 അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എവിടെയാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരാറുള്ളത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്? സൊരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ
നിർദ്ദേശപ്രകാരം റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഭരണഘടനയിലേക്ക് ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയത്ത് 10 ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 11 ഉണ്ട്. അപ്പൊ 11ാമത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏത് അമെന്റ്മെന്റിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി വാസ് ആഡഡ് ബൈ ദി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. 86ാമത് ഭരണഘടനാ ഭേദഗതി 2002 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years ഓഫ് ഏജ് ഉള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് പാരന്റ് ആയിട്ടുള്ള ആളുകളുടെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞ് 11ാമത് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു അമെന്റ്മെന്റിലൂടെയാണ്. ഈ അമെന്റ്മെന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് ആഡ് ചെയ്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു മൗലിക അവകാശമാക്കി മാറ്റിയ അമെന്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആ അമെന്റ്മെന്റിലൂടെ എന്ത് മാറ്റമാണ് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ അത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൊവൈഡിങ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years എന്നുള്ളത് ഒരു പാരന്റിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ നമ്മൾ അതിനെ പഠിക്കുന്നത്. അതാണ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഫണ്ടമെന്റൽ ഡ്യൂട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു നേച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതിനെ തിരികെ പിടിക്കാൻ വേണ്ടി പറ്റുമോ, അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നതിനൊക്കെ ഉത്തരം നോ എന്നുള്ളതാണ്. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ നേച്ചർ എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ നേച്ചർ ആണ്. നേച്ചർ നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റീഷ്യബിൾ നേച്ചറിലുള്ള ഒരു കാര്യം വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ പോയിട്ട് അതിന് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും. പക്ഷെ നോൺ ജസ്റ്റീഷ്യബിൾ നേച്ചറിലുള്ള ഒരു കാര്യത്തെ നമുക്ക് കോടതി മുഖാന്തരം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ രാജ്യത്തുള്ള പൗരന്മാരോട് ആവശ്യപ്പെടുന്ന ഏതാനും കടമകളാണ്. അതിൽ ഏതെങ്കിലും ഒരാള് പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ പേരിൽ അയാൾക്കെതിരെ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ കേസ് എടുക്കാനോ ഒന്നുമുള്ള വകുപ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള 11 നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം എല്ലാ പൗരന്മാർക്കും നമ്മുടെ രാജ്യത്തോട് കൂറും ഒക്കെ ഉണ്ടായിട്ട് ഉള്ള ഒരു രാജ്യമായിട്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ 11 ഡ്യൂട്ടീസ് നമുക്ക് നോക്കി പോവാം. അപ്പം ഒന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കുക, ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുക, ഭരണഘടനയിൽ പറയുന്ന ഐഡിയൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെല്ലാം ബഹുമാനിക്കുക, അതിനെല്ലാം ഫോളോ ചെയ്യുക, ചെറിച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. അപ്പം നമ്മുടെ റെസ്പെക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കീവേഡിൽ നമുക്ക് ആ ഒരു ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള നോബിൾ ഐഡിയൽസ് അതിനെ ഫോളോ ചെയ്യുക, അതിനെ ചെറിഷ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഗാന്ധിജിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ഐഡിയൽസ് ഉണ്ട്. അത്തരത്തില് ഇന്ത്യയുടെ ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരുപാട് ഐഡിയൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഐഡിയൽസിന് പ്രാധാന്യം കൊടുക്കുക, അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനിൽ അതിനെ ഫോളോ ചെയ്യുക, ചെറിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഡ്യൂട്ടി ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യം ആയിട്ടുള്ള ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, അതുപോലെ പരമാധികാരം ഇതിനെയൊക്കെ ഉയർത്തിക്കാണിക്കുക, ഇതിനെയൊക്കെ സംരക്ഷിക്കുക, അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പൊ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം ഇതിനെയൊക്കെ സംരക്ഷിക്കുക, ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്യൂട്ടി. നമ്മുടെ ഫോർത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്
ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടുന്ന ദേശീയ സേവനങ്ങൾ, നാഷണൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത്, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള സേവനങ്ങൾ രാജ്യത്തിന് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്നാണ് നമ്മുടെ 4th ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞു വെക്കുന്നത്. 5th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് among all people of India, transcending religious, linguistic and regional diversities, and to renounce practices derogatory to the dignity of human എന്നാ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിറ്റീസ്, ജാതി, മതം, ഭാഷ, പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റീസിൽ ജീവിക്കുന്ന ഒരു അത്തരത്തിലുള്ള ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിന്റെ അകത്ത് ജനങ്ങൾ തമ്മിലുള്ള ഹാർമണി, കോമൺ ബ്രദർഹുഡ് എന്നുള്ള വാല്യൂസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഐക്യം, സാഹോദര്യം പോലുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. എല്ലാ ആളുകളും അവരുടെ മതം ഏതായാലും ഭാഷ ഏതായാലും അവരുടെ റീജിയണൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം എന്ന വികാരത്തിന്റെ പുറത്ത് ആളുകൾ തമ്മിലുള്ള ഹാർമണിയും സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡും എല്ലാം ഉണ്ടാക്കിയെടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ അന്തസ്സിനെ അല്ലെങ്കിൽ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ 5th ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്നത്. നമ്മുടെ അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടി, 6ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. നമ്മുടെ വൈവിധ്യമായിട്ടുള്ള സംസ്കാരത്തിന്റെ മഹത്തായ പൈതൃകം കാത്തു സൂക്ഷിക്കുക, അതിന് വാല്യൂ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ 6th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. പാർട്ട് 4A പറയുന്ന നമ്മുടെ 7th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് to protect and improve natural environment, including forests, lakes, rivers and wildlife, and to have compassion for living creatures. നമ്മുടെ പരിസ്ഥിതി, നാച്ചുറൽ എൻവയോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാട്, മേട്, ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങള്, ലിവിങ് ക്രിയേച്ചേഴ്സ്, ഇതിനോടൊക്കെ ഒരു അനുകമ്പ, കമ്പാഷൻ ഉണ്ടാക്കിയെടുക്കുക, നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 7th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. 8th ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമണിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൗരന്മാരായിട്ടുള്ള നമ്മൾ ശാസ്ത്ര അവബോധമുള്ള ആളുകളായിട്ട് വളരുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശാസ്ത്ര അവബോധത്തെ വികസിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഹ്യൂമനിസം, മനുഷ്യത്വം, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, അന്വേഷണാത്മകത, അതുപോലെ റിഫോം, നവീകരണ സ്വഭാവങ്ങൾ ഒക്കെ വളർത്തിയെടുക്കുക. അത് നമ്മുടെ ഒരു ക്യാരക്ടറിനെ മൗൾഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അത്തരത്തിൽ ശാസ്ത്രാവബോധമുള്ള, മനുഷ്യത്വമുള്ള, ഒരു അന്വേഷണാത്മകതയുള്ള, സയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, റിഫോമേറ്റീവ് സ്വഭാവമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ 8th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. 9th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സർവ് വയലൻസ് എന്ന് പറയുന്നത്. പൊതു മുതല് സംരക്ഷിക്കുക. പൊതുമുതൽ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ ആളുകളും ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്, സർക്കാർ പ്രോപ്പർട്ടികൾ. അതിനെ പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് അതിനെ സേഫ് ഗാർഡ് ചെയ്യുക. അബ്സർവ് വയലൻസ്, അതിക്രമങ്ങൾ, വയലൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് 9th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമ്മുടെ 10ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽ ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെന്റ്. രാജ്യം നല്ല രീതിയിലുള്ള ഹയർ ലെവൽ ഓഫ് പുരോഗതിയും അതുപോലെ തന്നെ എൻഡവറും ഒക്കെ കൈവരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ യശസ്, പേര് ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ ഉയർത്തി കാണിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഇൻഡിവിജ്വൽ ആയിട്ടും കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്സ് നമ്മൾ മുന്നോട്ട് വെക്കുക. രാജ്യത്തിന്റെ പേര് നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ നാഷണൽ ഗെയിംസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമ്മളെ പ്രവൃത്തികൾ ഒറ്റയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള പ്രവൃത്തികൾ രാജ്യത്തിന്റെ പേര് നിലനിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 10th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിരുന്നു 1976 42nd അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം 11th ഡ്യൂട്ടി ആയിട്ട് 86th അമെന്റ്മെന്റിലൂടെ 2002 കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം.
അത് പാരന്റ് ആയിട്ടുള്ള ഗാർഡിയൻ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഡ്യൂട്ടിയാണ്. ഹു ഈസ് എ പാരന്റ് ഓർ എ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14 years. ഒരാളുടെ കുട്ടി അല്ലെങ്കിൽ അയാളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടി, ആ കുട്ടിക്ക് 6 മുതൽ 14 വയസ്സ് വരെയാണ് പ്രായമെങ്കിൽ രക്ഷകർത്താവ് എന്ന രീതിയിൽ അയാൾ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ച ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A അകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലുള്ള വളരെ ബ്രീഫായിട്ട് നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെ സിമ്പിൾ ആയിട്ടും ബ്രീഫായിട്ടും നമുക്ക് ഓരോ ടോപ്പിക്കുകളും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും നമ്മൾ ബൂട്ട് ക്യാമ്പിൽ ത്രൂ ഔട്ട് നമ്മൾ എൻഷുർ ചെയ്യുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ് ഞാൻ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുക. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ക്ലിയർ സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ബൂട്ട് ക്യാമ്പിലൂടെ 10 ദിവസം നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്സിന്റെ ഭാഗമാവുക. നന്ദി.